വെൽക്കം ടു സ്ട്രോംസ് റിപ്പയർ യൂട്യൂബ് ചാനൽ. ഇത് എൽ ജിയുടെ ഒരു DVD ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ഓണൊന്നും ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡിലാണ് കംപ്ലയിൻ്റ്. അപ്പോൾ പവർ സപ്ലൈ ബോർഡ് ഊരിയെടുക്കുകയാണ്. പിന്നെ DVD ഒന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞും കൂടെ. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒന്ന് ശ്രമിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡ് ഇതാ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആണ്. 10 വോൾട്ട് 1000 mF കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്റർ ഇതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് ശകലം ബൾജിങ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കപ്പാസിറ്റർ മാറ്റണം. അപ്പോൾ ഈ സെയിം വോൾട്ടിലുള്ള കപ്പാസിറ്റർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് മാറ്റിയിടാം. ഇവിടെ വേറൊരു കപ്പാസിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി അത് ഇട്ടിട്ട് ഓൺ ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DVDയുടെ വർക്കൊന്നും എനിക്ക് പൂർണ്ണമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ വർക്ക് ചെയ്യും, ഒന്ന് ശ്രമിച്ച് നോക്കും. ഓക്കെ, നടന്നില്ലെങ്കിൽ അതേപോലെ തന്നെ അടച്ചങ്ങ് വയ്ക്കും. റെഡിയാക്കിയിട്ടുണ്ട്. ഈ DVDയുടെ ഡിസ്ക് പ്ലേ ആവാത്തത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയിട്ടുള്ളതും റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ചിലത് ശരിയായിട്ടുണ്ട്, ചിലത് ശരിയായിട്ടില്ല. ശരിയാത്തത് അങ്ങനെ തന്നെ ഇട്ട് കുളമാക്കാതെ അങ്ങനെ തന്നെ അടച്ചങ്ങ് വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പവർ സപ്ലൈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രൈ സോൾഡർ ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് ഡ്രൈ ഉണ്ടെങ്കിൽ ആ ഡ്രൈ അങ്ങ് മാറാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്തിട്ട് ഇനി ഓൺ ചെയ്ത് നോക്കാം. ഡ്രൈ സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ഡ്രൈ സോൾഡർ ചെയ്യണം. കാരണം ഇതിൻ്റെ ലെഗുകൾ തമ്മിലൊന്നും ഒട്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡിൽ കംപ്ലീറ്റ് ആയി ഡ്രൈ സോൾഡർ ചെയ്ത് കപ്പാസിറ്റർ മാറ്റിയിട്ട് തിരിച്ച് ആ DVDയിൽ തന്നെ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി DVDയിൽ ഒരു പവർ ബട്ടണുണ്ട്, അത് ഞെക്കിയിട്ട് ഓണാക്കി നോക്കാം. DVD ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് അവിടെ മാറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊന്ന് ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.